നമസ്കാരം. 2025 മെയ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച ദിവസം ചില നാളുകാർ ഉന്നതമായ പദവിയിലെത്തിച്ചേരുകയും ജനങ്ങൾക്ക് പ്രിയങ്കരരായി മാറുകയും ചെയ്യുന്ന ദിവസമാണ്. നക്ഷത്രഫലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവം ചില ജാതകർക്കുണ്ടാകുക. ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുപോകണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരാണ് ഉന്നതമായ പദവിയിൽ എത്തിച്ചേരുക, അതുപോലെ തന്നെ അവർ ജനങ്ങൾക്ക് പ്രിയങ്കരരായി മാറുകയും ചെയ്യുമെന്നാണ് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കി പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കുറുകാരെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം. അവർക്ക് ഇപ്രകാരമുള്ള ഒരു അനുഭവം വന്നു ചേരുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ ആധിപത്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഈ ശുക്രൻ 12-ാം ഭാവത്തിലാണ് മേടക്കുറുകാർക്ക് നിൽക്കുന്നത്. മാത്രമല്ല ശനി എന്ന് പറയുന്ന പാപഗ്രഹവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയുമായിട്ട് ശുക്രൻ ചേർന്ന് നിന്നാൽ എന്താണ് ദോഷം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ നല്ല അലക്കി തേച്ച നല്ലൊരു വെള്ള ഷർട്ട്, പശയൊക്കെ മുക്കി നല്ല വടി പോലെ നിൽക്കുന്നൊരു വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആ ഷർട്ടിലേക്ക് ചെളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ പുരണ്ടാൽ ആ ഭാഗം അങ്ങ് വൃത്തികേടായാൽ, ഏതെങ്കിലും ഒരു ഭാഗം വൃത്തികേടായാൽ ആ ഷർട്ട് ഇട്ടുകൊണ്ട് പോകുവാൻ നമുക്ക് ഭയങ്കര ജാള്യത ഉണ്ടാകും. നമുക്ക് പിന്നെ കുറ്റബോധമായി കുറവായി മറ്റുള്ളവർ കാണുന്നുണ്ടോ, വൃത്തികേടായി പോയി, എൻ്റെ സൗന്ദര്യം പോയി, എൻ്റെ ആരോഗ്യം പോയി, എൻ്റെ അഭിമാനം പോയി എന്നുള്ള എല്ലാ ചിന്തകളും ഉണ്ടാകും. എന്നു പറഞ്ഞതുപോലെ ശുക്രൻ എന്ന് പറയുന്ന ശുഭഗ്രഹം ജാതകർക്ക് നേട്ടങ്ങളെ കൊടുക്കുമ്പോൾ ഈ ശനി എന്ന് പറയുന്ന പാപഗ്രഹം ഈ ശുക്രനുമായിട്ട് ചേരുന്നത് കൊണ്ട് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആ കൂടെ ഉണ്ടാകുന്ന ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഏതായാലും മേടക്കുറുകാരെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കുറുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ധനവർദ്ധനവ്, സൗഖ്യം, അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. മാതാവുമായിട്ട് പ്രശ്നത്തിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെക്കുറിച്ചെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് കലാകാരന്മാർക്കൊക്കെ ശോഭിക്കുവാൻ പറ്റുന്നൊരു ദിവസമാണ്. സുഖവും സമ്പത്തും സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. എങ്കിലും ഒരു കല്ലുകടിയുടെ അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നേട്ടങ്ങൾ എത്രമേൽ നേട്ടങ്ങൾ വന്നാലും അതിൽ ഒരു കല്ലുകടിയുടെ അനുഭവം ഉണ്ടാകുമെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. അപ്പോൾ ആ പ്രതീക്ഷയോടുകൂടി വേണം ജീവിക്കാൻ. നേട്ടങ്ങൾ വരുന്നു, സമ്പത്ത് വന്നു, സൗഭാഗ്യം വന്നു, സുഖാനുഭവങ്ങളൊക്കെ വന്നു, ദാമ്പത്യ ജീവിതം നല്ല തൃപ്തികരമാണെങ്കിലും എങ്ങനെയും ഒരു കല്ലുകടി ഉണ്ടായി അല്പം ടെൻഷൻ അടിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാം. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്ക് കീർത്തിയും ധനപരമായ നേട്ടവും, ജോലിയിൽ, സർക്കാർ ജോലിയിൽ നല്ല സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഉന്നത പദവിയിൽ എത്തിച്ചേരുവാനും ഒക്കെയുള്ള ഒരു വലിയ അവസരം മിഥുനക്കൂറുകാരെ തേടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അവർക്കാണ് ഉന്നതമായ പദവിയിൽ എത്തിച്ചേരുവാനും ജനങ്ങൾ ഇഷ്ടപ്പെടുവാനും ജനങ്ങൾക്ക് പ്രിയങ്കരരായി മാറുവാനും സാധ്യതയുള്ളൂ. എങ്കിലും സൂക്ഷിക്കണം, ശത്രുക്കളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എത്ര പ്രിയപ്പെട്ടവരായി ജനങ്ങളുടെ മുമ്പ് എത്ര പ്രിയപ്പെട്ടവരായി മാറിയാലും അതിൽ കുറേ പേർ മോശമായ കമൻറ്റുകൾ അല്ലെങ്കിൽ മോശമായ പദപ്രയോഗങ്ങളൊക്കെ നടത്തി ആക്ഷേപിക്കുവാൻ സാധ്യതയുണ്ട്. അതാണ് ഒരു കല്ലുകടിയുടെ അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആ ഒരു തിരിച്ചറിവോടുകൂടി വേണം ജീവിക്കുവാൻ. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാല്, പൂയം, ആയില്യം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ ഉയർന്ന ഭാഗ്യം അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കീർത്തിയും സുഖാനുഭവങ്ങളും ഐശ്വര്യമൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പക്ഷെങ്കിൽ ചിലപ്പോൾ ഈ ഭാഗ്യങ്ങൾ ഭാഗ്യക്കേടുകളായി മാറാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നു ചേരുന്നത്? ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ശനിയുമായിട്ട് ചേരുമ്പോൾ
അവിടെ പ്രശ്നമുണ്ടാകുന്നു. മാത്രമല്ല ശുക്രൻ, ചന്ദ്രൻ, ശനി എന്നീ 3 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുവാനും സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ മാതാവിന് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ ജാതകർക്ക് തന്നെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സമ്മിശ്രമായ, ചിലർക്ക് ഭാഗ്യക്കേടുകൾ തന്നെയായിരിക്കും, എന്നാൽ ചിലർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം കാലുന്ന ആളുകാരെ സംബന്ധിച്ച് അനിഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അനിഷ്ടം, സ്ത്രീകൾ മുഖേനയുള്ള അനിഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷേ അങ്ങനെ അനിഷ്ടങ്ങൾ വന്നാലും പ്രതാപത്തിൽ ഒരു കുറവും വരാതെ, പ്രതാപത്തിനൊരു കുറവും വരാതെ പോകുന്നൊരു ദിവസമായിരിക്കും. നേട്ടമുണ്ടാകും, സമ്പാദ്യങ്ങൾ മുഖേനയുള്ള ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ ദോഷമൊന്നും വന്നു ചേർന്നില്ലെങ്കിൽ പോലും സ്ത്രീകൾ മുഖേനയുള്ള ഏതെങ്കിലും തട്ടുകേടുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അതാണ് ചിങ്ങക്കൂറുകാരോട് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കാണ് പ്രശ്നങ്ങൾ കൂടുതൽ വരുവാൻ സാധ്യതയുള്ളത്. 7ാം ഭാവത്തിൽ ശുക്രൻ പാപഗ്രഹങ്ങളുമായിട്ട് ചേർന്നാൽ ആകെ പ്രശ്നമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകും, ഭാര്യയ്ക്ക് രോഗം വരാം, ഭാര്യയുമായിട്ട് പിണങ്ങാം, പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും കന്നിക്കൂറുകാരെ തേടി വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഈ 7ൽ ശനി നിൽക്കുന്നു, കണ്ടകശനിയുടേതായിട്ടുള്ള ഒരു അനുഭവം അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളത് കന്നിക്കൂറുകാർ മനസ്സിലാക്കുക. നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഒരു പക്ഷേ കുടുംബസുഖവും കുടുംബത്തിൻ്റെ ധനപരമായ സ്ഥിതിയൊക്കെ മെച്ചമാണെങ്കിൽ പോലും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യ സുഖഹാനി കുറയും. ഭാര്യയുമായിട്ട് മനപ്പൊരുത്തം ഉണ്ടാകണമെന്നില്ല. അഭിപ്രായ വ്യത്യാസത്തിലോ കലഹത്തിലോ ഒക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് രോഗം വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ കന്നിക്കൂറുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പല വിധത്തിലുള്ള നാശങ്ങൾ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള അപവാദങ്ങൾ, ധനനഷ്ടം, തൊഴിലിടങ്ങളിൽ ശത്രുത, മാതാവിന് പ്രതിസന്ധികളും പ്രശ്നങ്ങളും, ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമല്ലാത്ത അനുഭവങ്ങൾ, അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്കാണ്. ഒരു പക്ഷേ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഈ പറയുന്ന അനുഭവങ്ങളൊന്നും വന്നു ചേരാതെയും പോകും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുത്രന്മാരെ കൊണ്ടുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. വൃശ്ചികക്കൂറുകാർക്ക് പുത്രഗുണവും ധനവും സുഖവും ഒക്കെ ലഭിക്കും. ഉന്നതമായ പദവിയിൽ അവരെത്തിച്ചേരുന്ന ദിവസമാണ്. എല്ലാവർക്കും പ്രിയങ്കരായി മാറുന്ന ദിവസമാണ്. ആരാണ്? വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാർക്കാണ് ഈ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ. അവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. വ്യാഴം ഇപ്പോൾ അവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നു. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ കുറവാണെങ്കിൽ പോലും പുത്രന്മാരെ കൊണ്ടുള്ള നേട്ടം, പെൺമക്കളെ കൊണ്ടുള്ള നേട്ടം, സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു അനുഭവം, എല്ലാവർക്കും പ്രിയങ്കരായി മാറും. ഔദ്യോഗിക തലത്തിൽ ഉന്നതമായ പദവിയിലൊക്കെ എത്തിച്ചേരുവാനുള്ള സാഹചര്യം. പക്ഷേ കുടുംബസുഖം കുറയും, ധനപരമായ വിഷയങ്ങളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാർ അറിഞ്ഞിരിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് വാഹനഭാഗ്യമുണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ രാജകീയമായ ഭോഗസുഖങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയിക്കും, ഫലപ്രാപ്തി ഉണ്ടാകുകയും കൃഷിയിൽ കൂടി ലാഭമുണ്ടാകുകയും സമ്പത്തും സൗഭാഗ്യമൊക്കെ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ശത്രുതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ശനി കണ്ടകശനിയായിട്ട് പ്രവർത്തിച്ചാൽ ശത്രുതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാതാവിന് അരിഷ്ടതയും അങ്ങനെയുള്ള പലവിധമായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ശനി കണ്ടകശനിയായിട്ട് പ്രവർത്തിച്ചാൽ അങ്ങനെയുള്ള അനുഭവമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ധനുക്കൂറുകാരും അറിഞ്ഞിരിക്കണം. അവർക്ക് 4-ൽ ശനിയുണ്ട്.
ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്യുത്സാഹമുണ്ടാകുന്ന ഒരു ദിവസമാണ്. ഏതൊരു കാര്യത്തിലും നല്ല ഉത്സാഹം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അവിടെ കാര്യം ചെയ്യണം, വിജയിപ്പിക്കണം, സുഹൃത്ത് ബന്ധത്തിൽ കൂടി സ്നേഹബന്ധത്തിൽ കൂടി നല്ല ഒരു ഉത്സാഹവും ഉന്മേഷമൊക്കെ ഉണ്ടാകുകയും നല്ലൊരു മനസ്ഥിതി ഉണ്ടാകുകയും ശ്രേഷ്ഠമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതോടൊപ്പം തന്നെ വാഹന ഭാഗ്യം, പുതിയ വസ്ത്രം, ആഭരണം, അങ്ങനെയുള്ള എല്ലാവിധമായ നേട്ടങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ കുറിച്ചെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് സ്ത്രീകൾ മുഖേന ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം അവരിൽ ഉണ്ടാകും. സാഹിത്യകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. ധനലാഭം ഉണ്ടാകുന്നൊരു ദിവസമാണ്. സുഖഭോജനം, വാക് സാമർഥ്യം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള ഒരു മനസ്സ്, അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ കുംഭക്കുറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. ഇനി മീനക്കുറുകാരുടെ കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മീനക്കുറിൽപ്പെട്ട പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടം, സർക്കാർ ജോലിയിൽ അവർ സ്ഥാനക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കാം. നല്ല ആരോഗ്യമുണ്ടാകുന്ന ദിവസം, സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ദിവസം. അപ്പോൾ അങ്ങനെയുള്ള സൗഭാഗ്യവും സന്തോഷകരമായ അനുഭവങ്ങൾ, സൗന്ദര്യം വർദ്ധിക്കുന്ന ദിവസം, ആരോഗ്യകരമായ നേട്ടങ്ങളൊക്കെ അങ്ങനെ മീനക്കുറുകാർക്ക് പ്രതീക്ഷിക്കുക. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേന കലഹത്തിന് സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം കൂടി പ്രതീക്ഷിച്ച് വേണം ജീവിക്കാൻ. സ്ത്രീകൾ മുഖേനയുള്ള അഭിപ്രായ വ്യത്യാസമോ കലഹമോ ആശയം കൊണ്ട് അവരുമായിട്ട് ചേരാതെ വരികയോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ ആ ഒരു അനുഭവം ഒഴിഞ്ഞു പോയാൽ, മാറിപ്പോയാൽ മീനക്കുറുകാരുടെ വെള്ളിയാഴ്ച ദിവസത്തെ ജീവിതം സൗഭാഗ്യകരമായി മാറും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഉന്നതമായ നിലയിൽ എത്തിച്ചേരുവാനും ജനങ്ങൾക്ക് പ്രിയങ്കരായി മാറുവാനും കഴിയുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്, അസ്ട്രോളജി മലയാളം.